1995 ജനനപ്പെട്ട ഒരു ആനക്കുട്ടിയെ 4-ാമത്തെ വയസ്സിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. 1999 ഫെബ്രുവരി 24 അവന്റെ നടയിരുത്തൽ ചടങ്ങ് നടന്നത്. അന്ന് മേൽശാന്തിയായിരുന്ന കക്കാടില്ലത്ത് ദേവദാസ് നമ്പൂതിരിയായിരുന്നു ശ്രീ ഗുരുവായൂരപ്പന് പ്രസ്തുത ആനക്കുട്ടിയെ തിരുമുൽക്കാഴ്ചയായി സമർപ്പിച്ചത്. തന്റെ പിതാവും മുൻ മേൽശാന്തിയുമായിരുന്ന യശസ്വരീരനായ ദാമോദരൻ നമ്പൂതിരിയുടെ പേരിൽ നടയിരുത്തുമ്പോൾ അച്ഛന്റെ പേരും തന്റെ പേരിന്റെ അവസാന ഭാഗവും ചേർത്ത് ദേവദാസ് നമ്പൂതിരി ആനക്കുട്ടിക്ക് ദാമോദർ ദാസ് എന്ന് നാമകരണം ചെയ്തു. അന്ന് കൊമ്പ് പുറത്തു കണ്ടു തുടങ്ങിയ ദാമോദർദാസിന്റെ വരവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മേൽശാന്തി നടയിരുത്തുകയും അദ്ദേഹം തന്നെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണത്. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള ആനക്കുട്ടി എന്ന പ്രത്യേകതയും ദാമോദർദാസിനുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5-2 മാസത്തോളമായി ഇപ്പം ചട്ടക്കാരനായിട്ട് വന്നിട്ട്. ഇതിന് മുന്നേ രണ്ടാമനായിട്ട് ഇതിൻ്റെ മീതെ 2 കൊല്ലത്തോളം നിന്നുണ്ട്. അന്ന് ഇതിൻ്റെ ചട്ടക്കാരൻ ഷാജി എന്ന് പറഞ്ഞാണ്, നമ്മുടെ ആശാനും കൂടിയിട്ടാണ്. ആളിപ്പോൾ മരിച്ചു. ഇപ്പോൾ അടുത്ത് മരിച്ചതിന് ശേഷം ആൾ മരിക്കുമ്പോൾ അക്ഷേഷൻ എന്ന ആനയുടെ പാപ്പനായിരുന്നു. അതുമെന്ന് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പറഞ്ഞു ഞാൻ അതിൻ്റെ നിന്ന ഒരാളാണ്. പിന്നെ ആരും അഴിക്കാനില്ല, അങ്ങനെ ഷെഡിൽ നിൽക്കായിരുന്നു. മതമ്പാടെ കഴിഞ്ഞൊരു കഷ്ടി 2-3 മാസത്തോളം അതിനെ തറിയിൽ നിന്നു. ആരും അഴിക്കാനില്ലാണ്ട് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ മതമ്പാടിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചങ്ങല പൂണ്ടിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആന എന്നെ അനുസരിച്ചു. എന്നെ പെട്ടെന്ന് നല്ലൊരു എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ചങ്ങല മാറ്റി കൊളത്തി. അതിനുശേഷം പിന്നെ ആനയ്ക്ക് എന്നോട് അതിനുശേഷം പിന്നെ ദേവസ്ഥയിലുള്ളവർക്കും മനസ്സിലായി എന്നെ അറിയും, കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഈ ആനയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് ചാർജ് എടുത്തു. ആന എന്നെ അറിഞ്ഞു. ആന അന്ന് തന്നെ ഇരുത്തി ഒരു 2-3 ദിവസം കഴിഞ്ഞ് പഴിച്ചു മാറ്റി. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോണു. പതിനാറാം വയസ്സിലേക്ക് കടക്കുമ്പോഴേക്കും അവന്റെ വളർച്ച 8.25 അടിയാണ്. ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും ഉയർന്ന വളർച്ച ഗജരാജൻ കേശവനൊഴിച്ച് ദേവസ്വത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാനാവില്ലെന്ന് പറയുന്നു. വളർച്ചയെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിലൊരു 10-20 വയസ്സിന് ചോടെ പ്രായമുള്ളൂ. നല്ല വളർച്ചയുണ്ട്. പെട്ടെന്ന് വലുതായ ഒരു ആനയാണത്. അതായത് ദിവസം തോറും വലുതായിക്കൊണ്ടിരിക്കുന്ന ആന. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ ആന കഴുകുമ്പോൾ ഞങ്ങൾ തന്നെ ചർച്ചയായിരുന്നു. ഒരാൾ 8.25 ഉണ്ടെന്ന് പറയും, ഒരാൾ 9 ഉണ്ടെന്ന് പറയും. ദിവസം തോറും വലുതാവുന്നതാവും. ദാമോദർദാസിന്റെ വികൃതിയുടെ വളർച്ചയും അങ്ങനെ തന്നെ. ഈ പ്രായത്തിനിടയ്ക്ക് ദാമോദർദാസിന്റെ 3-ാമത്തെ മതംപാട് കഴിഞ്ഞു എന്നതും മറ്റൊരു അപൂർവതയാണ്. ഭക്ഷണം മര്യാദയ്ക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്കൊന്നും അവിടെ ഇപ്പോൾ കൂടുതലുള്ളവർക്കൊന്നും അടിക്കാൻ തന്നെ പറ്റില്ല. പട്ട എടുത്തിരുന്ന പട്ടയ്ക്ക് കറക്റ്റാ പട്ടയ്ക്ക് അല്ലി എടുത്തിടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി മുന്നിൽ പട്ട വെച്ച് കഴിഞ്ഞാൽ അല്ലി കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട് ഈ തണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു കുളത്തുമാരിയാക്കിയിട്ട് പട്ടയ്ക്ക് ഇട്ടിട്ട് വലിക്കും. എന്നിട്ട് എടുത്തു തിന്നു. അത്ര ബുദ്ധിയാണ്. അതുമാതിരി മതംപാടിൽ വെക്കുമ്പോൾ മറ്റേ ബാലുവാനാണ് തൊട്ടപ്പുറത്ത് മതംപാടിൽ നിന്നായിരുന്നു. ബാലാനെ എല്ലാം ഉണങ്ങിയതൊക്കെ എടുത്ത് അങ്ങോട്ട് എറിയും. ബാലാൻ ലാസ്റ്റ് സഖി എടുമ്പോൾ പച്ചപ്പുറത്ത് ഇങ്ങോട്ട് എറിയും. മൂപ്പര് സുഖമായിട്ടിരുന്ന് തിന്നു. അത് കാണാനായിട്ട് അവിടെ കുറെ ആൾക്കാർ വന്നിരിക്കും. ബാലാനുള്ള ഉണക്കപ്പെട്ട മുഴുവൻ എടുത്ത് എറിയും. ബാലാനെ കുറെ നേരമൊക്കെ സഖി കേടുമ്പോൾ ലാസ്റ്റ് അതുമാതിരി ചെളി നന്നായിട്ട് വെള്ളം ചെളിയും കൂടി മിക്സ് ചെയ്തിട്ട് അതൊക്കെ അതിന് മുഖത്ത് വെച്ചേക്കും. മുഖത്തേക്ക് ആ ചെളിയോട് കൂടി എറിയുക. ഗദ്ദി കെടുമ്പോൾ ബാലാനെ ലാസ്റ്റിലുള്ള പട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിയും. മൂപ്പര് അത് സുഖമായിട്ട് കഴുകി തിന്നും ചെയ്യും. അതുമാതിരി ചെളി ആയി കഴിഞ്ഞാൽ കഴുകിയിട്ട് തിന്നുക. തൊട്ടിയിൽ വെള്ളം നിറച്ച് മതമാടിൽ വെക്കുമ്പോൾ ആകെ ചെളിയാവുമല്ലോ. ആ ചെളിയിൽ വട്ട കിടന്ന കഴുകി തിന്നുക. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പതിനെട്ട് നഖങ്ങൾ, വീണെടുത്ത ഭംഗിയുള്ള ഒത്ത കൊമ്പുകൾ, ഉയർന്ന തലക്കുന്നി, വലിയ വായുകുംഭം, കുറഞ്ഞ മതകരി, നല്ല നടയമരങ്ങൾ, നീളമുള്ള വാൽ, വലിയ ചെവികൾ,
തേൻ നിറം കണ്ണുകൾ, നീളമുള്ള തുമ്പിക്കൈ. ഇത്രയൊക്കെ ആവുമ്പോൾ ദാമോദർദാസ് എന്ന ആനയാകുന്നു. ഒരു 16 വയസ്സുകാരൻ ആനയെ ഒരു കുട്ടിയാനയെന്നോ ആനക്കുട്ടിയെന്നോ ഒക്കെ പറയാം. എന്നാൽ ദാമോദർദാസിനെ കാണുന്നവർക്ക് കഴിയില്ല അങ്ങനെ പറയാൻ. കാരണം അവന് പ്രായത്തിൽ മാത്രമേ കുട്ടിത്തമുള്ളൂ. കാഴ്ചയിൽ അവൻ ഒരു വലിയ ആന തന്നെ, തികച്ചും സ്വഭാവത്തിലും. നാടൻ ആനയാകുന്നു ദാമോദർദാസ്. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും സ്വഭാവത്തിലും രൂപത്തിലും തികവുണ്ട് ദാമോദർദാസിന്. മതമ്പാട് കഴിഞ്ഞ് അഴിച്ചാൽ 15 തവണയെങ്കിലും ആനക്കാരുമായി തെറ്റുമെന്ന് ഇപ്പോഴത്തെ ചട്ടക്കാരൻ പറയുന്നു. ഇപ്പൊ അതിൽ മാറ്റം വന്നിക്കണ മാതിരി തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ആനയ്ക്ക് മുന്നുള്ള വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. 2 പ്രാവശ്യം ഇവിടെ തെറ്റി. 2 പ്രാവശ്യം ഞാൻ പിന്നെ ചെന്ന് വാല് പിടിച്ചപ്പോഴും എൻ്റെ കൂടെ അങ്ങനെ രണ്ടാമത്തെ അടുത്ത് ഞാൻ കോലെടുത്ത് മുന്നിൽ നിൽക്കാൻ പറഞ്ഞു. ആദ്യം ആളോട് പോയിട്ട് വാല് പിടിച്ചിരിക്കാൻ പറയാൻ പറഞ്ഞു. ആൾ വാല് പിടിച്ചിരിക്കാൻ പറയുമ്പോൾ ആന ഇരിക്കാൻ കൂട്ടാക്കണില്ലേ. നമ്മളാ പഴയ ഒരു ലെവലിൽ രണ്ടാമനെ കൊണ്ട് ജീവിച്ചു നോക്കിയതാ. അപ്പോൾ ആനത് സമ്മതിക്കേണ്ടായിപ്പോൾ കോല് കൊടുത്ത് മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. മുന്നിലൊന്ന് ഞാൻ പിന്നെ വന്നപ്പോൾ ഇരുന്നു. അപ്പോൾ ആന പഴയ കണ്ടീഷനിൽ തന്നെ അങ്ങനെ പോകണം. എന്തോ ഒരു വിശ്വാസമുള്ള മാതിരി തോന്നുന്നുണ്ട്. പിന്നെ അത് അധികം തല്ലും കുത്തൊന്നും ഇല്ലാണ്ടാണ് അയച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആന നമ്മളറിയുന്നുണ്ട്. ആ പഴയ ഒരു ചട്ടവട്ടത്തിൽ തന്നെ ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാവുന്ന വിചാരിക്കുന്നു. വലിയ കാരണമൊന്നും വേണ്ട ദാമോദർദാസിന് വഴക്കുണ്ടാക്കുവാൻ. ദാഹജലം കൊടുക്കുമ്പോഴാകാം, തീറ്റ നൽകുമ്പോഴാകാം, തറയിൽ നിന്ന് അഴിക്കുമ്പോഴാകാം, തറയിലേക്ക് നടക്കുമ്പോഴാകാം. അതെപ്പോഴെന്നുള്ള കണക്ക് ദാമോദർദാസിന് മാത്രം അറിയും. മറ്റുള്ള ആനകളുടെമാതിരി വന്ന് പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് വീഴാവുക പരിപാടിയൊന്നുമില്ല. അത് തെറ്റണയ്ക്ക് മുന്നേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഒന്ന് കാലത്ത് അഴിച്ചു വിടുമ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ മൂപ്പര് ഒരു 10 അടിയാണ് നീങ്ങിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മൂപ്പര് തെറ്റാനുള്ള പരിപാടിയാണ്. ഇതൊന്നുമല്ല, ഇനി അപ്പോഴൊന്നുമല്ല തെറ്റാനുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്തുനിന്ന് വെള്ളം കുടിച്ചോളാൻ പറയും. വെള്ളം വേണ്ട പറയും. വെള്ളം കുടിക്കില്ല. നിന്ന് ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കാന്നല്ലാണ്ട് ഒരു കൈ വെള്ളം ആന കുടിക്കില്ല. അത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കണക്കൂട്ടാൻ തെറ്റുന്നുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആന അവിടെ കൈ വിടും. അല്ല, നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് നല്ല നാക്കിൽ കൈകാര്യം ചെയ്തിട്ട് പോരുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരും. പിന്നെ അതേമാതിരി തന്നെ കാലത്ത് നമ്മൾ എന്തെങ്കിലും അപ്പം ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നില്ല, നാളെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് അയച്ചു വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെള്ളം കുടിക്കില്ല. പിന്നെ ഒരു വൈരാഗ്യം വരും അവർക്ക്. വെള്ളത്തിനോടാണ് വൈരാഗ്യം. വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആദ്യം ഇതിനൊരു ശീലം ഉണ്ടായിരുന്നു. ഒരു പുറം കഴുകി കഴിഞ്ഞാൽ രണ്ടാമത്തെ പുറം ഇരുത്താൻ നേരത്ത് ഓടിക്കും. ഒരു പുറം ആന പെട്ടെന്ന് ഇരിക്കും. രണ്ടാമത്തെ പുറം മറച്ചിരുത്താൻ നേരത്ത് ആന എല്ലാവരും ഓടിക്കും. അങ്ങനെ ശീലം ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന കാലത്തുണ്ടായിരുന്നത് മുന്നേ. ഇപ്പോൾ മതമ്പാട് നയിച്ചാൽ പക്ഷേ ആ വക പ്രശ്നങ്ങളൊന്നും കാണാനില്ല. മൊത്തത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആനയ്ക്ക്. ഗുരുവായൂരപ്പന്റെ സ്വന്തം ആനത്തറവാടായ പുന്നത്തൂർ കോട്ടയിലെ 62 ഗജവീരന്മാർ ഒറ്റ ഉടമസ്ഥന്റെ അധീനതയിൽ എന്ന് നോക്കുമ്പോൾ എണ്ണത്തിൽ ഇത് ലോക റെക്കോർഡാണ്. അതേസമയം ഈ കരിവീരന്മാരുടെ കാര്യത്തിൽ മറ്റു പല പ്രത്യേകതകളുമുണ്ട്. ഗുരുവായൂർ ഒരു കാലത്തും ആനയെ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു ചരിത്ര നിയോഗം പോലെ ഉത്സവത്തിനൊരുങ്ങി നിന്ന ഒരാന തൃക്കണ്ണാമതിലകത്ത് നിന്ന് കുടമണിയും കിലുക്കി കണ്ണന്റെ സവിധത്തിൽ ഓടിയണഞ്ഞ നാൾ മുതൽ
ആ പ്രൗഢ പരമ്പരയ്ക്ക് തുടക്കമായി. ശിവരാത്രി ഉത്സവത്തിന് 8 ദിവസമാണ് ഉത്സവം. ഈ 8 ദിവസം ഉത്സവം കൂടി കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ അന്നത്തെ ഊരാളന് ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ല, അതുകൊണ്ട് ഉടനെ അയക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു ഉൾവിളി ഉണ്ടായി, പറയല്ല, ഒരു ഉൾവിളി തോന്നി. അങ്ങനെ അദ്ദേഹം വെറ്റില അടയ്ക്കും പണം എടുത്തിട്ട് നേരെ ആനയുടെ മുമ്പിൽ വെച്ചു എന്നാണ് പറയണേ. ആനയുടെ മുമ്പിൽ വെച്ച് ആന ഇന്ന് കാണുന്ന NH എന്നൊക്കെ പറയുന്ന സാധനം അന്ന് വെറും വീതി കൂടിയ പൂഴി വഴിയാണ്. ആ വഴി കൂടെ ഓടി ഗുരുവായൂർ ഉത്സവത്തിന് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ആന അവിടെയും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആന അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആളുകൾ അറിയണത് അപ്പോഴാണ്. ഭക്തർ നടക്കിരുത്തിയ ഓരോ ആനയും കണ്ണന്റെ കളിക്കൂട്ടുകാരായി, വാത്സല്യഭാജനങ്ങളായി. ഇന്നിതാ 62 ഗജവീരന്മാർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരൊറ്റ മേൽക്കൂരി താഴെ ആനക്കമ്പക്കാരനായ കണ്ണനാമുണ്ണിയുടെ ഓമനകളായി, കാണികളുടെ കണ്ണിന് കുളിരായി സസുഖം വാഴുന്നു. പശുക്കളെ നടതള്ളുന്നതുപോലെ കേവലം ഒരു ചടങ്ങ് മാത്രമായാണോ ഗുരുവായൂരപ്പന് ആനകളെ വഴിപാട് ചെയ്യുന്നത്? അല്ലേയല്ല. ഈ ആനസമർപ്പണം എന്ന വഴിപാടിന്റെ പേര് ആനയെ ഇരുത്തി കളഭം എന്നാണത്രേ. പല സവിശേഷതയുള്ള ഒരു ദീർഘമായ ചടങ്ങാണിത്. ഓരോ പുതിയ ആനയെയും ഉണ്ണിയായ വികൃതിക്കുട്ടനായ ഗുരുവായൂരപ്പൻ എങ്ങനെ കൈനീട്ടി സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചടങ്ങിന്റെ സവിശേഷത. രാവിലെ ശീവേലിക്ക് ചടങ്ങുകളുടെ തുടക്കം. കൊടിമരത്തറയിൽ കഴുകക്കാരൻ വാരിയർ നിലത്ത് നിലവിളക്കും നിറപറയും വയ്ക്കും. ഗോപുരദ്വാരം നിന്ന് കൊടിമരത്തറ വരെ വെള്ളയും കരിമ്പടവും വിരിക്കും. അപ്പോഴേക്കും കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിന് പുറത്ത് ാനുള്ള ആനയും പാപ്പാന്മാരും കാത്തു നിൽക്കുന്നുണ്ടാവും. ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരി, പാരമ്പര്യ അവകാശികളുടെ കണ്ടിയൂർ പട്ടത്തു നമ്പീശൻ, മാതാംപാട്ട് നമ്പ്യാർ, പുതിയടത്ത് പിഷാരടി, മാരാർ, ശാന്തിയേറ്റ കീഴ്ശാന്തി, മേൽശാന്തി തുടങ്ങിയവർ കൊടിമരത്തറയ്ക്കടുത്ത് നിൽപ്പുണ്ട്. കൂട്ടത്തിൽ ആനയെ വഴിപാട് ചെയ്യുന്ന ഉടമയും കുടുംബാംഗങ്ങളും. അനുവാദം കിട്ടിയാലുടൻ ആനയെ ക്ഷേത്രത്തിനകത്തേക്ക് ആനയിക്കുന്നു. നടക്കൽ വെള്ളയും കരിമ്പടവും വിരിച്ചതിലൂടെ വേണം ആന അകത്ത് കടക്കുവാൻ. ആന തുമ്പിക്കൈ ഉയർത്തി ഭഗവാനെ 3 തവണ തൊഴുന്നു. മേൽശാന്തി ആനയെ കളഭചന്ദനം തൊടുവിച്ച് മാല ചാർത്തുന്നു. പുതിയടത്ത് പിഷാരടി കുത്തുവിളക്ക് പിടിക്കുന്നു. മാരാർ 3 തവണ ശംഖ് വിളിക്കുമ്പോൾ ആനയുടെ ചെവിയിൽ മേൽശാന്തി 3 തവണ പുതിയ പേര് വിളിക്കുന്നു. തുടർന്ന് ആദ്യം ആനയുടെ ഉടമ തോട്ടിയും കോലും നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് തോട്ടിയും കോലും ആദ്യം കണ്ടിയൂർ പട്ടത്തു നമ്പീശന് നൽകുന്നു. നമ്പീശൻ അത് ഏറ്റുവാങ്ങി മാതാംപാട്ട് നമ്പ്യാർക്ക് കൈമാറുന്നു. നമ്പ്യാർ പ്രാർത്ഥനയോടെ തോട്ടിയും കോലും ആനയുടെ പാപ്പാന്മാർക്ക് നൽകുന്നു. ഇത്രയുമായാൽ ആ പുതിയ ആന ഗുരുവായൂരപ്പന്റെ സ്വന്തം ആനയായി, പുന്നത്തൂർ തറവാട്ടിലെ അംഗമായി. സ്വന്തമായി ആനയില്ലാത്ത ഭക്തർക്ക് 5 ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചാൽ ഒരാനയെ പ്രതീകാത്മകമായി നടയിരുത്തലിനായി ആനത്താവളത്തിൽ നിന്ന് നൽകുന്നു. ആനയെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതോടുകൂടി ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മക നടയിരുത്തലുകൾ മാത്രമുണ്ടാകാനാണ് സാധ്യത.
കേരളത്തിൽ ഗജപരിപാലനവുമായി ബന്ധപ്പെട്ട ഏതു സംസാരങ്ങളിലും ചർച്ചകളിലും കടന്നുവരുന്ന ഒരു സുപരിചിത പദമാണ് മയക്കുവെടി. തീരെ വഴങ്ങാത്ത സ്വഭാവക്കാരെ അനുസരിപ്പിച്ചെടുക്കുന്നതിന്റെ പര്യായ പദമായി മയക്കുവെടി നമ്മുടെ സംസാര ഭാഷയിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്നു. ആനകൾ സ്വതേ മതം പൊട്ടി ഓടി ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്ന സമയത്ത് അവയെ നിയന്ത്രിക്കുന്നതിന് ഞങ്ങൾ മയക്കുവെടി വയ്ക്കാറുണ്ട്. അതായത് പ്രത്യേക തരത്തിലുള്ളതായിട്ടുള്ള തോക്കിനുള്ളിൽ അതിൻ്റെ സിറിഞ്ചിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് വെച്ച് ആനയുടെ ആകൃതിയും പ്രകൃതിയും ഭാരവും അതിൻ്റെ നിജസ്ഥിതിയും മറ്റും മനസ്സിലാക്കി അകലെ നിന്ന് വെടിവെച്ചിട്ടാണ് ശരീരത്തിൽ കൊള്ളുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന ആനകളെ ബന്ധിക്കുന്നതിനായി മയക്കുവെടി വയ്ക്കുന്ന സമ്പ്രദായത്തിന് അധികം പഴക്കമില്ല. അകലെ നിന്ന് വെടിവെക്കുന്ന സമയത്ത് ചുരുങ്ങി ഒരു 30 അടി അകലെ സാധാരണ 40 അടി അകലെ നമ്മൾ സാധാരണ നിൽക്കും. ആ സമയത്ത് ചിലപ്പോൾ ആനയ്ക്ക് ചില ഒരു തരത്തിലായിട്ട് ബന്ധോസം ഉണ്ടാവില്ല, ചെങ്ങല ഉണ്ടാവില്ല, കയറുണ്ടാവില്ല. അതുമാത്രമല്ല ചിലപ്പോൾ ആനക്കാരനെ കൊന്നിട്ട് ഓടുന്നതായിരിക്കും സ്ഥിതി. ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ചില ആനകളെ സാധാരണ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് വളരെയധികം അപകടകരമാണ്. സാധാരണ ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഈ മയക്കുവെടി പ്രിഫർ ചെയ്യുക? സാധാരണഗതിയിൽ ആന ഒന്ന് ഇടഞ്ഞു എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി ഉടനെ തന്നെ ചെയ്യില്ലോ, അതിനൊരു പ്രത്യേക ഘട്ടത്തിലാണല്ലോ ചെയ്യുക. സാധാരണഗതിയിൽ പാപ്പന്മാരുടെ സഹായത്തോടുകൂടി ആനയെ തളയ്ക്കാനാണ് നോക്കുക. ഇൻകേസ് അവരുടെ സഹായത്താൽ തളയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിലാണ് മയക്കുവെടി പോലുള്ള ഉപയോഗിച്ച് വരുന്നത്. ഇവിടെ നമ്മുടെ ആനക്കോട്ടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം മയക്കുവെടി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? പലതവണയും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. മതമ്പാടിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലും പെട്ടെന്ന് പ്രകോപിതമാകുന്ന അവസ്ഥയിലും മയക്കുവെടിയിലൂടെ ആനകളെ തളച്ചു വരുന്നു.